അയാൾ ഒരു ദിവസം പൊട്ടിമുളച്ചുണ്ടായിട്ടുള്ള ഒരാളല്ല. ഞാൻ രാഹുലിനെ പറയുന്നതും ആയാസപ്പെട്ട് പറയുന്നതല്ല, അഭിമാനത്തോടെ അയാൾ കടന്നു വന്ന വഴികളെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. ആളല്ല പിണറായി വിജയൻ. പിണറായി വിജയനാവാൻ മുഖ്യമന്ത്രി ആരാണെന്ന് ആഗ്രഹം? അങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ ആവശ്യം പോലില്ല. എന്താ? വി ഡി സതീശൻ സാർ. ഹായ് എവരിവൺ. നമ്മുടെ രാഹുലിനെ ചതിച്ചതുകൊണ്ട് പിണറായിയും സംഘവും ഗിടുകിട വിറക്കുകയാണ്. 2026 കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കോൺഗ്രസ്സുകാർ പൂട്ടിക്കും എന്ന് ഷാഫി പറമ്പിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം ഞാൻ സൈഡിൽ വെച്ച് തരാം. അതൊക്കെ കേട്ട പിണറായിയുടെ കിളി പോയി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പിണറായി വിജയൻ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു കാര്യം പറയുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഒരിക്കലും കായൂല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധി എന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചറിയും. അതിൻ്റെ കാരണം ഒന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വന്ന ആരോപണമാണ്. രണ്ടാമത് ഇനി പിണറായിയും സംഘവും കള്ളത്തെളിവുകൾ കോടതിയിൽ കൊടുക്കില്ല എന്നതാണ് സത്യം. കള്ളത്തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ 2026 കോൺഗ്രസിൻ്റെ കയ്യിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എണ്ണി ചോദിക്കും. ഷാഫി പറമ്പിലൊക്കെ ഈ പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷാഫി പറമ്പിൽ പറയുന്ന എല്ലാ കാര്യം ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് പിണറായി വിജയൻ പുതിയ നാടകവുമായി ഇറങ്ങിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ആരും ഈ പറയുന്ന CPM-ന് വോട്ടിടാതെ നമുക്ക് എല്ലാവർക്കും അറിയും. അപ്പോൾ പിണറായി വിജയൻ നിലവിൽ പ്രസംഗിക്കുന്നത് കോൺഗ്രസിനെ പറഞ്ഞിട്ടല്ല, കള്ളഗർഭത്തെക്കുറിച്ചല്ല, BJP-യെ അറ്റാക്ക് ചെയ്തിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ നിലവിൽ പ്രസംഗിക്കുന്നത്. പിണറായി വിജയൻ അതായത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗം ഞാൻ ആദ്യം സൈഡിൽ വെച്ച് തരാം. ആദ്യം പിണറായിക്കുള്ള മറുപടി കൊടുക്കാം. അതിനുശേഷം ഷാഫി പറമ്പിൽ പറയുന്ന കാര്യം സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്തരത്തിലുള്ള വൃത്തികേട് ഞാൻ വിളിച്ച് പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം പിണറായി പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. RSS എന്താണെന്ന് കേരളത്തിന് നല്ല ബോധ്യമുണ്ടല്ലോ. ഈ കേരളത്തിന് വേണ്ടി എന്ത് കാര്യമാണ് നമ്മുടെ നാടിൽ നിന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ഈ അവസ്ഥ എത്തുന്നതിലേക്ക് എന്ത് സംഭാവനയാണ് RSS നടത്തിയിട്ടുള്ളത്? നമ്മളെല്ലാവരും ഇന്നിവിടെ നമുക്കിഷ്ടമുള്ള വേഷം ധരിച്ചാണ് ഇരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം BJP വന്നാലുണ്ടാകുമോ? എൻ്റെ പൊന്നു സർക്കാരെ, നാണമുണ്ടോ? അതായത് എന്തിനാണ് പിണറായി വിജയൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? പിണറായി വിജയൻ അറിഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളുടെ വോട്ടും ന്യൂനപക്ഷങ്ങളായ മുസ്ലിം വോട്ടും ഒരൊറ്റ വോട്ട് പോലും ഈ പറയുന്ന LDF-ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിലവിൽ പറയുകയാണ് BJP വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. കള്ളഗർഭം പിണറായി വിട്ടു. അതായത് കള്ളഗർഭം കൊണ്ടുവന്നിട്ട് ഒരൊറ്റ കാര്യവുമില്ല. അതൊക്കെ CPM. ഞാനൊരു കാര്യം പറയുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ഇത്രയും വലിയ രീതിയിൽ വിജയിക്കാൻ കാരണം ഈ കള്ളഗർഭമാണ്. ഓക്കെ, അതായത് എല്ലാവർക്കും മനസ്സിലായി ഇത് പക്ക പിണറായി വിജയൻ നടത്തുന്ന നെറികേട് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പിണറായി വിജയൻ കൊണ്ടുവന്നത് ഗർഭമാണെന്ന് എല്ലാവർക്കും അറിഞ്ഞു. ഓക്കെ, എന്തായാലും പിണറായി പറയുന്ന ബാക്കി കൂടി കേട്ട് നോക്കാം. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാനോ? ആ സ്വാതന്ത്ര്യം BJP വന്നാലുണ്ടാവുമോ? നമുക്ക് വിശ്വാസികളായവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ഏത് ആരാധനാലയത്തിലും പോയി അവർക്ക് ആരാധന നടത്താനോ? ആ സ്വാതന്ത്ര്യം BJP വന്നാലുണ്ടാവുമോ? ഹേയ്, ഒരിക്കലും BJP വന്നാൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പിണറായി വിജയൻ സാറേ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ വന്നാൽ ഇനി വലിയ പ്രശ്നമാവും. കേരളത്തിലുള്ള സാധാരണക്കാരായ എല്ലാവരും കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഈ നാട്ടിൽ നിൽക്കാൻ പറ്റൂല നിങ്ങൾ വന്നാൽ. അങ്ങനെ ആക്കിയില്ലേ നിങ്ങൾ? അതായത് 4 വോട്ട് എങ്ങനെയെങ്കിലും ഇനി പിടിക്കണം, അതിനുവേണ്ടി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടണം. അതിനുവേണ്ടി ഇപ്പോൾ പുതിയൊരു അടവുമായ പിണറായി വിജയൻ BJP-യെ കുറ്റം പറയുകയാണ്. ഓക്കെ, ഷാഫി പറമ്പിൽ ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു ക്ലിപ്പും കൂടി നമുക്ക് കേൾക്കാം പിണറായി പറയുന്നു. ഓക്കെ, നമ്മുടെ നാട്ടില് പട്ടികജാതി പട്ടികവർഗം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന വിഭാഗമാണ്. ആ സംരക്ഷണം BJP വന്നാലുണ്ടാവും. ഇവിടെ സ്ത്രീ സുരക്ഷ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു നാടാണ്. ആ സുരക്ഷ BJP വന്നാലുണ്ടാവുമോ? BJP വരൂലാന്ന് പിണറായിക്കും അറിയും, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് പിണറായി ഇങ്ങനെ പ്രസംഗിക്കുന്നത്? ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ വിചാരിക്കണം BJP-യെ കുറിച്ച് പിണറായി എതിർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വോട്ടിടാം. അത് നിന്റെ ചിന്ത മാത്രമാണ് പിണറായി. കള്ളഗർഭം, അതായത് നിങ്ങളൊക്കെ കള്ളഗർഭം എങ്ങനെയാണോ പ്ലാൻ ചെയ്തത്
അതിൻ്റെ ഭാഗമായിട്ട് അതേ വെൽ പ്ലാനഡ് ആണ് ഇപ്പോൾ പിണറായി സംഘവും. ഇനി BJP എതിർക്കാം, കള്ളഗർഭത്തെ എതിർത്തിട്ട് കാര്യമില്ല, BJP എതിർക്കാം, അങ്ങനെയെങ്കിൽ 4 വോട്ട് കിട്ടുമെന്ന് ബോധമുള്ളവർ, ചോറ് കഴിക്കുന്നവർ നിങ്ങൾക്ക് വോട്ടിടുക എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഷാഫി പറമ്പിൽ പറയുന്ന വീഡിയോ ക്ലിപ്പാണ് ഞാൻ വെച്ച് തരുന്നത്. നമുക്കത് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ. അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് പാലക്കാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഇന്ററാക്ഷൻസിനെ ഞാനിപ്പോൾ നോക്കിക്കാണുകൊണ്ടിരിക്കുന്നത്. സോ ഹീ വിൽ ഗോ ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് ദൂരം പാലക്കാട്ടിന് വേണ്ടി പോകാൻ കഴിയാവുന്ന അയാളുടെ ഒരു പേഴ്സണൽ ക്രെഡിറ്റിൻ്റെ യൂണിറ്റിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് കാത്തലിക് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ട്, ഗ്രൗണ്ടിലെ പഞ്ചായത്ത് ലെവലിലെ പ്രസിഡൻ്റായി, KSUവിൻ്റെ അസംബ്ലി പ്രസിഡൻ്റായി, ASUവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, അഖിലേന്ത്യാ NSUI കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ഈ ഒരു ചെറുപ്രായത്തിൻ്റെ ഇടയ്ക്ക് അയാൾ എല്ലാ സംഘടനാ ഘടകങ്ങളെയും റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. നോക്കൂ നിങ്ങൾ, ഇത്ര വലിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പെട്ടെന്ന് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതല്ല, പെട്ടെന്നല്ല രാഹുൽ MLA ആയത്. അദ്ദേഹം ചെറുപ്പത്തിൽ അധ്വാനിച്ചാണ് ഇത്രയും വലിയ നിലക്കെത്തിയത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ മീഡിയാസിനൊന്നും അറിയാതെ പിന്നിൽ നിന്ന് ഭീമമായ ഷാഫി പറമ്പിലിൻ്റെയും VD സതീശൻ്റെയും സണ്ണി ജോസഫിൻ്റെയും നേതൃത്വത്തിൽ വലിയ ഒരു ചർച്ച നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രയും പെട്ടെന്ന് പാർട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഓക്കെ നമുക്ക് എന്തായാലും ഷാഫി പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാലക്കാട്ടെ പബ്ലിക്കിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നത് വി നോ ഹിം. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കാലം വി നോ ഹിം, ഞങ്ങൾക്ക് അറിയാം. അയാൾ സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അയാൾ ഇടപെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അയാൾ ഇപ്പോൾ വയനാട് പോയി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം, അയാൾ സമരത്തിന് ഇറങ്ങി നിന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന വിവരം ഞങ്ങൾക്ക് അറിയാം. അപ്പം എൻ്റെ അത്രയും ബുദ്ധിമുട്ട് രാഹുലിനെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ ഉണ്ടാവുന്നില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് അയാൾ പടിപടി വന്ന കാര്യം പറഞ്ഞു എന്ന് പറയുമ്പം അയാളുടെ വന്ന വഴിയിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു അഭിമാന വഴിയിലൂടെയാണ് അയാൾ കടന്നു വന്നിട്ടുള്ളത്. 100% ശരിയാണ്. അതായത് എത്ര തള്ളി പറഞ്ഞാലും എത്ര കള്ളഗർഭം കൊണ്ടുവന്നാലും ഷാഫിക്ക് രാഹുലിനെ മറക്കാൻ പറ്റുന്നില്ല. അതായത് രാഹുലിൻ്റെ നല്ല കാര്യങ്ങൾ ഷാഫി പറമ്പിൽ വിളിച്ച് പറയുന്നു. ഒരാൾ എനിക്കെതിരെ കള്ളഗർഭം കൊണ്ടുവന്നാൽ എൻ്റെ വീട്ടുകാരനെ അവൻ പീഡിപ്പിച്ചു അങ്ങനെ വിചാരിക്കണമെന്നാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരാൾ ഇല്ലാത്ത ഗർഭം കൊണ്ടുവന്നു, ഷാഫി പറമ്പിൽ അതിനെ പ്രതികരിക്കുന്നു. പക്ഷേ മീഡിയാസിന് മുമ്പിൽ പച്ചയ്ക്ക് ഷാഫിക്ക് വിളിച്ച് പറയാൻ പറ്റുന്നില്ല ഷാഫി ഈ പറയുന്ന രാഹുൽ നിരപരാധി എന്ന്. എന്തുകൊണ്ട്? ഈ പറയുന്ന റിപ്പോർട്ടർ അടങ്ങുന്ന 24 അടങ്ങുന്ന ചാനലുകൾ എന്ത് പറയും? ഷാഫി പറമ്പിൽ പീഡന വീരന് സപ്പോർട്ട് കൊടുത്തു, അങ്ങനെ പറഞ്ഞ് നിരന്തരം വാർത്ത കൊടുക്കും. അപ്പോൾ കുറേ സ്ത്രീപക്ഷ വോട്ടുകൾ LDFിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ മാധ്യമത്തിന് മുമ്പിൽ രാഹുലിന് സപ്പോർട്ട് കൊടുക്കാത്തത്. പിന്നിൽ രാഹുലിന് ഇഷ്ടം പോലെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ബാക്കിയും കൂടി കേൾക്കാം. അയാൾ സംഘടനാ രംഗത്ത് ഫ്രം ദ റൂട്ട്സ് വന്ന് സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെ, KSUവിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ തൊട്ട് എലക്റ്റഡ് സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ള അയാൾ ഓർഗനൈസേഷൻ ജേണി, പിന്നെ സമരം, സേവനം, ഓർഗനൈസിങ്, ഈ 3 കാര്യങ്ങളിലും അയാൾ ഇപ്പോൾ സംഘടനക്ക് നേതൃത്വം നൽകുന്ന രീതി, അതുപോലെ തന്നെ അയാളുടെ പേഴ്സണൽ സ്കിൽസ്, ടു ബി വെരി പ്രിസൈസ്, തെരുവിലാണെങ്കിലും മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും നവമാധ്യമങ്ങളിലാണെങ്കിലും ജനതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറയുമ്പോഴുള്ള അയാളുടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അങ്ങനെ ഒരാൾ അസംബ്ലിയിൽ വേണമെന്ന് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് 100% ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ തുരുതുര ഗർഭത്തിൻ്റെ കേസ് വരുമ്പോൾ പാലക്കാടിലുള്ള ചുണക്കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമോ? അപ്പോൾ അവർ പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പ്രശ്നമില്ല, സ്വതന്ത്രനായി രാഹുൽ നിർത്തിക്കോട്ടെ. അതായത് സ്വതന്ത്രനായി രാഹുൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ടിടുമെന്ന്. BJPക്കാരും, അതായത് BJP വോട്ടിട്ടവരും LDF വോട്ടിട്ടവരും കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ വോട്ടിട്ടവരും പറയുകയാണ്, ഞങ്ങൾക്ക് പാർട്ടി പ്രശ്നമല്ല, രാഹുൽ എന്തിൽ നിന്നാലും ഞങ്ങൾ വിജയിപ്പിച്ചു വിടും. അത്രയും 1 വർഷം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ വികസനമാണ് ഇവിടെ നടത്തിയത്. അതാണ് ഭരണാധികാരി എന്ന് പറയുന്നതാണ്. CPMന് അറിയും രാഹുൽ മാങ്കൂട്ടത്തിനെ തകർത്തിട്ടില്ലെങ്കിൽ, അതായത് CPM മൊത്തത്തിൽ ഇല്ലാതാവുമെന്നറിയും. അതുകൊണ്ട് CPM കളിച്ച കള്ളഗർഭമാണ്. ഓക്കെ നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അല്ല, ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ ആ പാർട്ടി തന്നെയല്ല ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഐഡിയോളജിയിൽ തന്നെയാണ് ഷാഫി ഉള്ളതും ആ ഐഡിയോളജിയിൽ തന്നെയാണ് രാഹുൽ ഉള്ളതും. അപ്പം ജനങ്ങളുമായിട്ടുള്ള കണക്ട് എന്നുള്ളത് അതിപ്പോൾ ആരുടെയും കുത്തകാവകാശമൊന്നുമല്ല. അതിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഐ ബീങ് വെരി ഫ്രാങ്ക്, ഞാൻ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെ 11ലും 16ലും 21ലും ഇവിടെ മത്സരിച്ച ഒരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഇവിടുത്തെ പബ്ലിക് ആ കാൻഡിഡേറ്റുമായിട്ട് നടത്തുന്ന ഇൻട്രാക്ഷൻസിനെ ഞാൻ കാണുന്നുണ്ട്. ഐ എം ക്ലോസ്ലി വാച്ചിങ്, ഐ എം ഒബ്സർവിങ്.
ഓക്കെ ഷാഫി പറമ്പിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ മുമ്പിൽ നിന്ന് പാവത്തിന് രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മുമ്പിൽ നിന്നെന്ന് പറഞ്ഞാൽ വലിയ റിപ്പോർട്ടർ അടങ്ങുന്ന വലിയ എന്നല്ല കള്ള വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റും ഈ പറഞ്ഞ 24ഉം ഇവരുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. നായ്ക്കൾ ഇല്ലാത്ത വാർത്ത കൊടുക്കും, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പിണറായി വിജയനെ കുറിച്ച് ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, നിലവില കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ആഗ്രഹം? അങ്ങനെ ഒരു ക്വസ്റ്റ്യന്റെ ആവശ്യം പോലും ഇല്ല. അതെന്താ? വി ഡി സതീശൻ സാർ. എന്തുണ്ട്? മൂപ്പര് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിന് ആവശ്യം ഈ കള്ളന്മാരെയും കൊള്ളക്കാരും നേരം. ഒരു വിദ്യാഭ്യാസമുള്ള അന്തള്ള ജനങ്ങളൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെയാണ്. സോ അതിച്ച് പറഞ്ഞത് കറക്റ്റാണ്. അന്തും കുന്തും വെള്ളിച്ചുള്ള ആളൊക്കെയാണ് നമ്മുടെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കി അവിടെ വെക്കേണ്ടത്. ഇപ്പോഴുള്ള ആൾക്ക് ഈ പറഞ്ഞ സാധനം ഒന്നും ഇല്ലാത്തത് കാരണം കൊണ്ടാണ് കേരളത്തെ അങ്ങോട്ട് തകിടങ്ങോട്ട് മറിച്ചിട്ട് അങ്ങോട്ട് ആകെ കുട്ടിച്ചോറാക്കിയിട്ട് ജനങ്ങളെ അങ്ങോട്ട് കഞ്ഞങ്ങോട്ട് മുട്ടിപ്പിച്ചിക്കാണ്ട് ഒരു മൂലക്കലാണ്ട് ഒതുക്കി കൊടുത്തത് ഈ പറഞ്ഞ സാധനം ഒന്നും ഇല്ലാത്തത് കാരണം കൊണ്ടാണ്. അപ്പം വി ഡി സതീശനും ഇപ്പക്കത്തെ മുഖ്യമന്ത്രിയും വെച്ചുകൊണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ വി ഡി സതീശന്റെ അയലത്തേക്ക് എത്താനേ നമ്മളെ പിണറായി കാക്കാക്ക് ഇവിടെ പറ്റൂല. അപ്പൊ ഓള് പറഞ്ഞതുപോലെ ഏറ്റവും അർഹൻ വി ഡി സതീശനാണ്. കാരണം ഏത് ഭാഗത്ത് എന്ത് സംസാരിക്കണമെന്ന് മൂപ്പരാൾക്ക് നല്ലോണം വെളിവുണ്ടേ. എന്നാൽ ഇപ്പക്കത്തെ ആൾക്ക് ആ സാധനം ഇല്ല, മനസ്സിലായില്ല. അപ്പം ഇന്ത്യയും അഭിപ്രായം ഓള് പറഞ്ഞതുപോലെ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്, നിങ്ങൾ ഓരോരുത്തരും കാണണം. ഓക്കെ, അതായത് നിന്റെ പേരെന്താണ്, മുസ്ലിമാണോ, നിന്റെ സ്ഥലം എവിടെയാണ്, അങ്ങനെ ചോദിക്കുമ്പോൾ പറയുകയാണ് ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരാളാണ്, എനിക്ക് 4 പെൺകുട്ടികളാണുള്ളത്, അതുകൊണ്ട് ഞാൻ പണിക്ക് വന്നതാണ് കേരളത്തിലേക്കെന്ന് പറയുകയാണ്. അപ്പോൾ നിന്റെ പേരെന്ത്? പേര് മുസ്ലിമാണ് പക്ഷെ ബംഗാളിയാണ്. അങ്ങനെ ഒരുത്തനെ വെട്ടിക്കൊലപ്പെടുത്തി നമ്മുടെ കേരളത്തിൽ. ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കാണണം. ഓക്കെ, ഫോറൻസിക് സർജൻ കൂടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ടോക്ക്, എന്നിട്ട് ഞാൻ പ്രതികരിക്കാം. അടി കിട്ടാത്ത ഒരു ഭാഗം പോലും ശരീരത്തിൽ അവശേഷിക്കുന്നില്ല. ഒരു ക്രൂരമായ ഒരു മർദ്ദനം, അതുവഴി രക്തം പുറത്തേക്ക് പോയിക്കൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് രക്തം പോയിക്കൊണ്ട് ഒരാൾ മരിക്കുന്നു. നരാധവന്മാരെ, കാപാലികരെ, മനുഷ്യ മാംസം പിച്ചി ചീന്തി തിന്നു കഴിഞ്ഞിട്ടും അത് നോക്കി ചിരിച്ച കാപാലികരെ, നിങ്ങളൊന്നും മനുഷ്യരല്ലടോ. നിങ്ങളെ ഒന്നും മനുഷ്യ വിഭാഗത്തിന്റെ പട്ടികയിൽ പോലും പെടുത്താനാവില്ലടോ. ഏതോ നിറികെട്ട ജന്മങ്ങളാണ് നീയൊക്കെ. ഒരു മനുഷ്യൻ അടികൊണ്ട് അവന്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ പോലും അവൻ ബംഗ്ലാദേശിയാണല്ലോ, അവൻ ഇന്ന മതസ്ഥനാണല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ച് അതിൽ പൂണ്ടുവിളയാടി ആഘോഷിച്ച നരാധവന്മാരെ, കാലം നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടുത്തെ നിയമത്തിന്റെ കോടതിയിൽ മാപ്പ് തന്നേക്കാം. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. കാലത്തിന്റെ കാവ്യനീതി നിങ്ങളെ വിട്ടുപോകില്ല. അവരാവർത്തിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ബംഗ്ലാദേശിയല്ലേ എന്നുള്ളത്. അതിൽ നിന്ന് ഉത്തരം കൃത്യമായിട്ട് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ചോദ്യകർത്താവ് നീ ബംഗ്ലാദേശിയാണെന്ന് ഉറപ്പിക്കുന്നു. തല്ലുകൊണ്ട് പിടയുന്ന ആ പാവം അറിയാതെ സമ്മതിച്ചു പോകുന്നു ആണ് എന്ന്. പിന്നീട് അങ്ങോട്ട് അവന്റെ മതമടക്കം ഇവര് തീരുമാനിക്കുന്നു. ഈ നരാധവന്മാരുടെ കൂട്ടത്തിൽ സംഘമിത്രങ്ങളുടെ എണ്ണം പുറത്തു വന്ന വാർത്തകളിൽ വ്യക്തമാണ്. ഈ കാപാലികന്മാർ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രിയമുള്ള മനുഷ്യരെ, ഏതോ നാട്ടിൽ നിന്ന് പണിയെടുക്കാൻ വന്ന രാം നാരായൺ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, 2 മക്കളുടെ അച്ഛൻ, അവസാനം വഴിതെറ്റി ഏതോ ഇടത്തേക്ക് ചെന്നു കയറിയത് ഈ നരാധവന്മാരുടെ ഇടയിലേക്കാണെന്ന് തിരിച്ചറിയാതെ പോയ ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത് UP-യിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ബീഹാറിലോ അല്ല, ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ. പ്രതിഷേധം ഉയരണം, മനുഷ്യന് വേണ്ടിയിട്ട്. ആവർത്തിച്ചു പറയുന്നു, മനുഷ്യന് വേണ്ടിയിട്ട് പ്രതിഷേധം ഉയരണം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ്. എന്താണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മതം ചോദിച്ച് അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം എന്ന്, അതിനുശേഷം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് കൊല്ലുകയാണ്. നോക്കുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിമാനല്ല. എന്തിനാണ് വർഗീയത കൊണ്ടുവരുന്നത്? ഇവിടെ ക്രിസ്ത്യൻ ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്, വിൻസെൻ്റ് ഒന്നാണ്. ഈ നാട്ടിൽ ഒരു മതമുള്ളൂ, ആ മതത്തിൻ്റെ പേർ മനുഷ്യമതമാണ്. അങ്ങനെ നമുക്ക് ജീവിച്ചൂടെ? ഓക്കെ, ഞാൻ ഈ വിഷയത്തിൻ്റെ കൂടെ ഇങ്ങനെ ചർച്ച ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം മൈൻഡ് ചെയ്തു. ഓക്കെ, ബൈ.